നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മാർച്ച് മാസത്തെ മൂല നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. 4ാം ഭാവാധിപത്യം വഹിച്ച് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് ദോഷമായി വരും. എന്നാലും ഭാവിയിൽ അത് ഗുണപ്രദമായി വരാനുള്ള യോഗവുമുണ്ട്. 5ാം ഭാവാധിപതി 7ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. കർമാധിപതി 4ാം ഭാവത്തിൽ നിന്ന് കർമ്മത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനെ കൊണ്ട് തൊഴിലുണ്ടാകും, തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും, തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളൊരു സമയമാണ്. അതായത് പുണ്യക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ വിനോദസഞ്ചാരം, നല്ല ഭക്ഷണം, നൂതനമായിരിക്കുന്ന വസ്ത്രലാഭം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിയെടുക്കുന്നവർക്കൊക്കെ കീർത്തി കേൾക്കാനും 4 പേർ അറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും യോഗമുണ്ട്. കാര്യം ഇവിടെ നീചഭംഗ ചക്രവർത്തി യോഗം ചെയ്ത് കർമാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് കുറച്ച് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചതിന് ശേഷം നല്ല ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാൻ തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന സമയമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിട്ടുള്ള ഗുണം ഉണ്ടെങ്കിലും അത് അനുഭവത്തിലേക്ക് വരണമെങ്കിൽ ദൈവാധീനം ഉണ്ടാകണം. അപ്പോൾ വ്യാഴപ്രസാദം ഉണ്ടെങ്കിൽ മാത്രമേ അനുകൂലമായിട്ട് മേൽപ്പറയപ്പെട്ട ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സഹായ സ്ഥാനാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കൊണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. 7ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അത് ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമായിരിക്കുന്ന ഗുണം പറയാനായിട്ട് സാധിക്കില്ല. 7ാം ഭാവാധിപതിക്ക് നീചാവസ്ഥ വരികയും 7ാം ഭാവത്തിൽ കലഹകാരകത്വം വഹിച്ച് നിൽക്കുന്ന ചൊവ്വ നിൽക്കുകയും ചെയ്യുന്നത് കാരണം കൊണ്ട് ദാമ്പത്യ സുഖക്കുറവിന് യോഗമുള്ളത് കൊണ്ട് ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷം പരിഹരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം കുറച്ച് കൂടുക, വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. ജലജലധന ഭുക്ത എന്ന് പറയുന്ന യോഗം ചെയ്ത് മീനൻ രാശിയിൽ നിൽക്കുന്ന കർമാധിപതി കടൽ കടന്നു പോകാനായിട്ടുള്ളൊരു യോഗത്തെ തരുന്നത് കൊണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും. കർമ്മസ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നേരം തൊഴിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കർമ്മസ്ഥാനത്ത് കേതു 4ാം ഭാവത്തിൽ രാഹുകേതുക്കളുടെ ഒരു ബന്ധനാവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ കുറച്ച് നാൾ സന്തോഷമാണ്, പിന്നെ കുറച്ച് നാൾ ദേഷ്യം, ടെൻഷൻ, പ്രശ്നം, ഈ പറയുന്ന രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടാകാനും യോഗമുള്ളത് കാരണം കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്ത് വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് മൂല നക്ഷത്രക്കാർക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.